ഹായ് നമസ്കാരം, ഞാൻ ലിജി. വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോഷ്യൽ മീഡിയ തുറന്നാൽ ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു വാർത്തയാണ്. വാർത്ത എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ബിഗ് ബോസ് വിന്നറായ അനുമോളും PR ആയിരുന്ന വിനു, അനുമോളുടെ PR ആയിരുന്ന വിനുവും തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നതാണ് വാർത്ത. അപ്പോൾ ആ വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയും കൂടെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ബിഗ് ബോസ് കഴിഞ്ഞ് ബിഗ് ബോസിൽ അനുമോൾ വിന്നറുമായി ആഴ്ചകളൊക്കെ കഴിഞ്ഞു. പക്ഷേ എന്തോ ബിഗ് ബോസിന്റെ കണ്ടസ്റ്റൻസിന്റെ കണ്ടന്റുകൾ, റിയാക്ഷൻ വീഡിയോക്കാർക്ക് വേണ്ടിയുള്ള കണ്ടന്റുകൾ അവസാനിക്കുന്നില്ല. ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റൻസിനും കണ്ടന്റുകൾ അവസാനിക്കുന്നേ ഇല്ല, ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ RGBCയും അപ്പാനിയൊക്കെ എയറിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് അടുത്തത് അനുമോളും PR-ഉം തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നുള്ളൊരു വാർത്ത. അപ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അനുമോള് ബിഗ് ബോസ് ഷോയിൽ കയറിയപ്പോൾ തന്നെ ഈ PR-നെ കുറിച്ചൊന്നും വലിയൊരു ബോധമില്ലാത്ത ഒരാളായിരുന്നു അനുമോൾ എന്നുള്ളതിന് ഒറ്റ തെളിവാണ്. നമുക്ക് ഇത്രയും ഇഷ്യൂസ്, ഈ PR-ഉമായിട്ട് ബന്ധപ്പെട്ട ഇത്രയും ഇഷ്യൂസും ഇത്രയും നെഗറ്റീവും ബുള്ളിങ്ങും ഒക്കെ അനുമോൾക്ക് അനുഭവിക്കേണ്ടി വന്നതിന്റെ കാരണം അനുമോളുടെ വായിൽ നിന്നൊരു വീണൊരു വാക്കാണ്. നമ്മളൊക്കെ എന്തെങ്കിലും ഒരു എക്സ്കർഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഇന്ന സംഭവം ഉണ്ട്, നിങ്ങൾക്ക് അതുണ്ടോ, ഞാൻ അല്ലെങ്കിൽ ഒരു സേഫ്റ്റിക്ക് ഇന്ന സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിൽ അതുണ്ടോ എന്ന് പറയുന്നത് പോലെ അനുമോള് വലിയൊരു ഇതിന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അനുമോള് കരുതിയില്ല. എനിക്ക് PR ഉണ്ട്, എൻ്റെ പേജിലൊക്കെ ഈ വീഡിയോസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, എനിക്ക് PR ഉണ്ട്, നിങ്ങൾക്ക് PR ഉണ്ടോ എന്നുള്ളൊരു അല്പം ഒരു ഗമയോടൊക്കെ നമ്മൾ പറഞ്ഞതാവാം പുള്ളിക്കാരത്തി. എന്തായാലും അതങ്ങ് നെഗറ്റീവായി കേട്ടോ. നെഗറ്റീവായി ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ബിഗ് ബോസ് അതിൻ്റെ കൂടെ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ എന്നുള്ള മട്ടിൽ മാത്രമല്ല, അത് ആ ബിഗ് ബോസ് ഷോയുടെ നിലനിൽപ്പിനെയും കൂടെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്ത് ചെയ്തു, അതിനൊരു മോർണിംഗ് ടാസ്ക് ആയിട്ട് അങ്ങിട്ട് കൊടുത്തു PR-നെ കുറിച്ച് സംസാരിക്കാനായിട്ട്. അപ്പോൾ അനുമോളെ ബിന്നി വന്നിട്ട് അനുമോളെ അവിടെ അനുമോൾക്ക് PR ഉണ്ടെന്ന് പറഞ്ഞ് ബിന്നി വന്ന് അനുമോളെ പൊളിച്ചങ്ങടക്കി. അപ്പോൾ അത് ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇതിങ്ങനെ വളരെ ഇങ്ങനെ ചെറിയ തീയായി പൊട്ടി വലിയൊരു പ്രശ്നമായി രൂപപ്പെടുകയായിരുന്നു അവിടെ. അതേസമയം തന്നെ ഇവിടെ ഈ അനുവിന്റെ PR ആയ വിനുവിനെ നമ്മുടെ സായി കൃഷ്ണ എക്സ്പോസ് ചെയ്തു. അപ്പം എല്ലാവരും അറിഞ്ഞു ഇതാണ് അനുവിന്റെ PR എന്നുള്ളത്. അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിനു എന്ത് ചെയ്തു, ഈ തക്കം തന്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് മാർക്കറ്റിങ്ങിനായിട്ട് തന്നെ അങ്ങ് ഉപയോഗിച്ച് വിനു വന്നിട്ട് അനുവിന് PR ചെയ്യുന്നുണ്ടെന്ന് സമ്മതിക്കുകയും കാര്യങ്ങളൊക്കെ പറയുക. അങ്ങനെ ഉണ്ടായ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കണ്ടതാണ്. ആ ഇഷ്യൂസിന് പുറമെ അനുമോൾക്ക് നല്ലൊരു ഫാൻസ് ഉള്ള ഒരു കുട്ടിയാണ്. കാരണം എത്രയോ 11 വർഷങ്ങൾ കൊണ്ട് ഈ മീഡിയയിൽ നിൽക്കുന്നു. അത്രയും നല്ല ആൾക്കാരുമായിട്ട് നല്ല സ്റ്റാർ മാജിക് വഴി നല്ല ഒരു ഫാമിലി ഓഡിയൻസുമായിട്ട് നല്ലൊരു ബന്ധം കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളാണ് അനുമോൾ. അപ്പോൾ അനുമോൾക്ക് അത്ര വലിയൊരു PR-ന്റെ ഒന്നും സപ്പോർട്ടൊന്നും ആവശ്യമില്ല. പിന്നെ ഈ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു പേജ് നോക്കാൻ ഒരാളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞത് തന്നെയാണ് സത്യം. പക്ഷേ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇത് കൊടുമ്പിരി കൊള്ളുമ്പോൾ പുറത്ത് ഇവിടെ PR എന്ത് ചെയ്തു, PR ആയിരുന്ന വിനുവിന്റെ മാർക്കറ്റിംഗ് നന്നായിട്ട് പരിപോഷിച്ചെടുക്കുകയും റീച്ച് കൂട്ടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അനുമോൾ പുറത്ത് ഇറങ്ങിയതിനു ശേഷവും PR ആയിരുന്ന വിനു അനുമോളുടെ കൂടെ തന്നെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അത് വീണ്ടും അനുമോൾക്ക് ഹൗസിനുള്ളിൽ നെഗറ്റീവ് ഉണ്ടാക്കി, ഹൗസിന് പുറത്ത് വന്നിട്ടും ഈ വിനുവും PR-ഉം കാരണം അനുമോൾക്ക് യാതൊരു നിവൃത്തി ഇല്ലാതെ വന്നുകൊണ്ടേ ഇരുന്നപ്പോഴത്തേക്ക് ആൾക്കാർ, അനുമോളുടെ ഫാമിലിയും ഫാൻസും ആർമി പേജുകാരും ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞു ഈ PR വിനുവിനെ ഒന്ന് കുറച്ച് ഒഴിവാക്കി വിടുന്നത് നല്ലതായിരിക്കും എന്ന് പലരും അഡ്വൈസ് ചെയ്തതിന്റെ ഭാഗമായിട്ടായിരിക്കണം രണ്ടുപേരും ഇപ്പോൾ ഇൻസ്റ്റ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്ത്. മാത്രമല്ല അനുമോൾ പെരിന്തൽമണ്ണയിൽ ഇപ്പോൾ ഒരു ഉദ്ഘാടനത്തിന് പോയിരുന്നു. ആ സമയത്ത് ഈ PR വിനു വീണ്ടും ചെന്ന് അവിടെ വെച്ച് അവരുടെ ഒരു വീഡിയോ എടുത്ത് തന്റെ പേജിലിടുകയും അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഫാമിലിയും ഫ്രണ്ട്സും ആൾക്കാരും ഒക്കെ പറയുന്നതുകൊണ്ട് തൽക്കാലത്തേക്ക് രണ്ടുപേരും ഒന്ന് അകന്ന് നിൽക്കുന്നു. എങ്കിലും അനുമോൾക്ക് എന്തൊരു ആവശ്യം വന്നാലും സഹായത്തിന് വിനു ഉണ്ടാകും എന്നുള്ള രീതിയിലൊക്കെ ഒരു മെസ്സേജ് ഇൻസ്റ്റാ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അനുമോളും എടുത്ത നല്ലൊരു തീരുമാനം തന്നെയാണ്. ഇവർ രണ്ടുപേരും കുറച്ച് അകന്ന് ഇങ്ങനെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇല്ലെങ്കിൽ വീണ്ടും ഈ നെഗറ്റീവുകൾ അനുമോൾക്ക് വന്നുകൊണ്ടേ വീണ് കിട്ടിയ അവസരം വിനു തന്റെ അടുത്ത സീസണിലെ ബിഗ് ബോസ് ഷോയുടെ മാർക്കറ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ തന്റെ ബിസിനസ്സോ ഇൻസ്റ്റാ പേജിലെ റീച്ചോ ഒക്കെ കൂട്ടാനായിട്ടുള്ള ഒരു അവസരമായിട്ട് മുതലെടുത്തു എന്നുകൂടെ പറയുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. കാരണം പല ഘട്ടങ്ങളിലും അനുമോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അനുമോൾക്കെതിരെ ആൾക്കാരെ കൊണ്ടുവന്നതിൽ നല്ലൊരു പങ്ക് നമ്മുടെ ഈ PR എന്ന് പറയുന്ന PR വിനുവിനും ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ രണ്ടുപേരും കൂടെ തെറ്റിപ്പിരിഞ്ഞു എന്നുള്ള വാർത്തയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കിടന്ന് പറക്കുന്നത്. അപ്പോൾ അതിന്റെ സത്യാവസ്ഥ ഇതാണ്. ഇൻസ്റ്റയിൽ രണ്ടുപേരും അങ്ങോട്ട് അൺഫോളോ ചെയ്തിട്ടുണ്ട്. അതാണ് വന്നിരിക്കുന്നത്. പക്ഷെ അത് 100% അനുമോൾക്ക് നല്ലൊരു എന്താ പറയുക, നല്ലൊരു നെഗറ്റീവിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള അവസരമായിരിക്കും എന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.